ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷങ്ങൾ? പറയൂ. രാവിലെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. അപ്പോൾ ഇന്ന് ഞാൻ ഓണാണെങ്കിലും നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് ഇന്ന് ഞാനൊരു പോർക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ. അത് ഇതൊക്കെ വലിയ കഷ്ണമായിട്ടാണ് മുറിക്കേക്കണേ, കണ്ടോ? ദേ, ഇത് പോർക്കാണ്. ഇത് കുക്കറിൽ ഞാൻ കഴുകില്ല കേട്ടോ, കഴുകി വാരി ഉപ്പും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അല്പം ഗരം മസാലയും മല്ലിപ്പൊടി ചേർത്ത് കുക്കറിൽ ഒരു 2-3 വിസിൽ കേൾപ്പിച്ചെടുക്കണം. കേട്ടിട്ട് ആ എയർ പോയി കഴിയുമ്പോൾ അതിനകത്തുള്ള വെള്ളം നമ്മളങ്ങോട്ട് ഊറ്റിക്കളഞ്ഞിട്ട് സവാള, ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഇതിനകത്ത് മെയിൻ ഞാൻ ചേർക്കാൻ ഉദ്ദേശിക്കുന്ന സാധനം തേങ്ങാക്കൊത്തിട്ട് ഫ്രൈ ആക്കി എടുക്കും. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമുക്ക് കാണാം കേട്ടോ. കണ്ടോ, ഇതെല്ലാം കൂടെയും ഒന്നോടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കുക്കറിൽ എന്നിട്ട് ഞാൻ വിസിൽ കേൾപ്പിക്കാൻ വെക്കാം. അപ്പോൾ ഇത് ഞാൻ കഴുകി വാരിക്കൊണ്ട് വരട്ടെ. നമ്മൾ കുക്കറിൽ കണ്ടോ കഴുകി വാരി അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എന്നെ എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം. പോർക്ക് നിങ്ങൾ ഓണാന്നോർത്ത് പോർക്ക് വെച്ചെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല, എന്നും വെക്കാം, എപ്പോൾ വേണമെങ്കിലും വെക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. പോർക്ക് ഒരിക്കലും കൊളസ്ട്രോള് ഉണ്ടാക്കുന്ന സാധനമല്ല, അങ്ങനത്തെ ഒരു ഫുഡല്ല പോർക്ക്. അപ്പം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഇത് ഗരം മസാല കേട്ടോ, മീറ്റ് മസാലയല്ല, ഗരം മസാല. മുളക് പൊടി ഞാൻ പേരിനിടണുള്ളൂ, കാരണം അത് വരട്ടുമ്പോൾ ഇടാനുണ്ട്. അപ്പം പിന്നെ വെറുതെ മറ്റേ ഇതിൽ കൂടെ കളയേണ്ട ആവശ്യമില്ലല്ലോ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി അതുപോലെ തന്നെ ശരിക്കൊന്ന് തിരുമ്മണം. ഒരു ചെരുവത്തിലിട്ട് തിരുമ്മിക്കൂട്ടായിരുന്നു എളുപ്പം, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അവിടെ ഇരുന്ന് വിസിലാക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കിതെല്ലാം വരട്ടിയെടുക്കണം. വിസിൽ വന്നു, ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. 2 വിസിൽ വന്നു. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിത് ഉള്ളിയിൽ ഇതെല്ലാം കൂടി വെളിച്ചെണ്ണയിൽ വരട്ടിയെടുക്കണം.
സൂപ്പറാണ് കേട്ടോ. വേപ്പില വേണം, വേപ്പില വേപ്പില എന്താ നോക്കട്ടെ. ആദ്യമേ തന്നെ നമ്മുടെ ഉരുളി അടുപ്പത്ത് വയ്ക്കട്ടെ. ഇവിടെ വെച്ചില്ലെങ്കിലേ വെള്ളം ഉരുളി അടുപ്പത്ത് വെച്ചു. ചൂടായി കഴിയുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. തേങ്ങക്കൊത്ത്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചുമന്നുള്ളി, കറിവേപ്പില, ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടി എടുക്കണം. അത്രയും ചേർത്ത് സൂപ്പറായിട്ട് നമ്മുടെ പോർക്ക് നമുക്ക് വരട്ടിയെടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇച്ചിരി അധികം വരുന്നുണ്ട് കേട്ടോ. ചൂടായി വരുമ്പോൾ ഞാൻ ഈ ചെറിയ ഗ്യാസിൽ വച്ചേക്കണെന്ന് എന്തിനാന്ന് വെച്ചാൽ ചെറുതായിട്ട് ചെറു തീരിലിരുന്ന് വരണ്ട് വരണം. ആദ്യമേ തന്നെ നമ്മുടെ തേങ്ങാക്കൊത്ത് ഈ പോർക്കിലെ വെള്ളം കണ്ടോ, ഇത് നമുക്ക് വേണ്ട കേട്ടോ. ഒഴിച്ചിപ്പം അങ്ങോട്ട് ചാടിപ്പോയി, തുടച്ചെടുക്കണം. ചെരിച്ചപ്പം അങ്ങോട്ട് പോയത്, കഴുകണം. ഒറ്റ കൈ കൊണ്ട് പിടിച്ചപ്പോ എൻ്റെ ബലം കിട്ടിയില്ല. കുഴപ്പമില്ല. ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് വറുത്തെടുക്കണം കേട്ടോ. ഫ്രൈ ആക്കി എടുക്കണം. സവാള ഒരു 1.5 സവാളയുണ്ട്, കൊച്ചുള്ളിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, കറിവേപ്പിലയുണ്ട്. വെളുത്തുള്ളി, ചുമന്നുള്ളി, ഇഞ്ചിയും പച്ചമുളക് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ. പച്ചമുളകിൻ്റെ ആവശ്യമില്ല. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ശരിക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. പോർക്ക് ഞാൻ ഊറ്റിയെടുത്തു കേട്ടോ. ഊറ്റിയെടുത്താൽ വെള്ളം ഞാൻ കളഞ്ഞു. പക്ഷേ ഇതിനകത്തുള്ള നെയ്യ് ഇതിനകത്ത് ഇനിയും വരുമ്പോൾ ഈ നെയ്യ് കഷ്ണങ്ങളുണ്ടല്ലോ, വീണ്ടും ഇതിനകത്തുനിന്ന് നെയ്യ് ഊറി വരും. അപ്പോൾ ഒരുപാട് നെയ്യ് ഉണ്ടായിരുന്നു. അപ്പോൾ നെയ്യ് ഞാനങ്ങോട്ട് മാറ്റി വെച്ചു. നിങ്ങൾ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരിക്കലും വെള്ളം പറ്റിയില്ല. നമ്മുടെ പോർക്ക് വെന്ത് അങ്ങോട്ട് പൊടിഞ്ഞു പോവുകയും ചെയ്യും. അതാണ് ഫ്രൈ ആയിട്ട് വരട്ടെ. മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഞാൻ കുറച്ച് ഇടണുള്ളൂ, കുറച്ച് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഗരം മസാല വീണ്ടും ഇടുമ്പോൾ അധികമാവും, വേണമെങ്കിൽ ഇടാം. പിന്നീട് മല്ലിപ്പൊടി, ഇറച്ചിക്ക് മല്ലിപ്പൊടി വേണമല്ലോ, പോർക്കാണെങ്കിലും. അല്പം മഞ്ഞൾ, പിന്നെ ഇടാൻ ഞാൻ പോണത് ഗരം മസാലയാണ്. ഗരം മസാല, വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വീണ്ടും ഒന്ന് വറുത്തെടുക്കണം. മുളക് പൊടി ലേശം കുറഞ്ഞു പോയെന്ന് തോന്നുന്നു. കുറഞ്ഞു പോയാലും കുഴപ്പമില്ല,
നമുക്ക് വീണ്ടും ഇടാലോ. ശരിക്കും വരട്ടി എടുത്തിട്ട് വേണം നമുക്ക് പോർക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം. അല്പം വെളിച്ചം കാരണം ഇത് വെളിച്ചെണ്ണ കിടന്നാണ് വരണ്ടേ. നെയ്യിൽ കിടന്ന് വരണ്ട് വന്നാൽ അതങ്ങോട്ട് ഫ്രൈ ആവില്ല. ശരിക്കും ഫ്രൈ ആയിട്ട് വേണം. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുരുമുളകാട്ടോ. എരിവിന് ആവശ്യമുള്ള കുരുമുളക്. ഇനിയിപ്പോൾ ഞാൻ മറ്റേ ചുമന്ന മുളക് പൊടി, കാശ്മീരി മുളക് ഒന്നും ചേർക്കണില്ല. കുറച്ചോടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന്. വെളിച്ചെണ്ണയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. വരണമെങ്കിൽ വെളിച്ചെണ്ണ വേണം. ഈ വേവിച്ച് വെച്ചേക്കണം പോർക്ക്. കണ്ട ഞാൻ അത്രയും വെള്ളം ഊറ്റി കളഞ്ഞിട്ടും ഇതിനകത്ത് വെള്ളം ഉണ്ടാവും. ഈ നെയ്യ് പൊട്ടിത്തെറിച്ച് വരും കേട്ടോ. അപ്പോൾ എല്ലാവരും സൂക്ഷിക്കുക. ആയില്ല, പകുതിയേ ആയിട്ടുള്ളൂ. ഇതൊന്ന് ഒരു അരമണിക്കൂറും കൂടെ ഇതിൽ കിടന്നൊന്ന് വെന്ത് വരണം. ഉരുളി പിടയ്ക്കാണല്ലോ, ഉരുളി പിടയ്ക്കാണ്ടിരിക്കും. അപ്പം നമ്മുടെ പോർക്ക് തേങ്ങാക്കൊത്തിട്ട് വരട്ടിയത് ഇവിടെ ഏകദേശം റെഡിയായി. ഇനി ഇത് ഞാൻ അടച്ചു വെച്ച ഇതിൽ നിന്ന് നെയ്യെല്ലാം ഇറങ്ങി വന്ന് ശരിക്ക് നമ്മൾ കഴിക്കാറാകുമ്പോഴത്തേക്കും ഫ്രൈ ആയിട്ട് വരും. ഒരുപാട് അങ്ങോട്ട് ഇളക്കി. പിന്നെ പോർക്കിൻ്റെ മൂപ്പും ഇളം പോർക്കാണെങ്കിൽ പക്ഷെ ഇത് സവാളയും ഇതും കേട്ടോ അടിപൊളി. അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എന്നെ എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ.